പ്രിയ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാനിന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പല പ്രയാസങ്ങളുണ്ടാവും. ഈ കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ പല രഹസ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതിൽ ചില കാര്യങ്ങൾ തല പോയാൽ പോലും മറ്റുള്ളവരോട് പറയാൻ പാടില്ല. മറ്റുള്ളവരോട് എന്ന് പറഞ്ഞാൽ ആരോടും പറയാൻ പാടില്ല എന്നർത്ഥം. ഏറ്റവും നല്ല അടുത്ത സുഹൃത്തായിരിക്കും, നമ്മൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ പോലും നമ്മുടേതായിട്ടുള്ള പല രഹസ്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നതായ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊരു കാരണവശാലും ഇവരോട് പങ്കുവെക്കരുത്. അത് ചില കാര്യങ്ങളുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും തല പോയാൽ പോലും മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് പിന്നീട് ദുഃഖമുണ്ടാക്കും. നമ്മൾ ചിന്തിക്കും, എന്താണ് അങ്ങനെയെന്ന്, എൻ്റെ വളരെ വേണ്ടപ്പെട്ട ചങ്ങായിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് കുറേ കാലം ഒന്നിച്ച് പഠിച്ചതാണ്, നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുവാണ്, സഹോദരിയാണ്. പറയാൻ പാടില്ല. സഹോദരിയോട് നല്ല സ്വന്തം അച്ഛനോടും അമ്മയോട് പോലും പറയാൻ പാടില്ലാത്ത രഹസ്യമാണിത്. അങ്ങനെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ നില പോലും തെറ്റിക്കും എന്നർത്ഥം. അപ്പോൾ ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. രഹസ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് അർത്ഥം. ഒന്നാമത്തെ കാര്യം, നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർന്നു എന്നിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഴയ സാമ്പത്തിക നിലയിൽ നിന്ന് കുറച്ച് ഉയർച്ചയിലെത്തിയതാണെന്നിരിക്കട്ടെ. അങ്ങനെ സാമ്പത്തികമായി ഉയർച്ച വന്നാലോ സാമ്പത്തികമായിട്ട് കുറവുകൾ വന്നാലോ ഒരു കാരണവശാലും ഇത് മറ്റുള്ളവരോട് പങ്കുവെക്കരുത്. എന്തുകൊണ്ടാണ്? സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളതെങ്ങനെയാണ് വളരെയേറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ആയിരിക്കും നമ്മളത് നേടിയെടുത്തിട്ടുണ്ടാവുക. പക്ഷേ അത് ചൂഷണം ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ വരും. കാരണം ഇപ്പം നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരാളോട് പറഞ്ഞു, അവരെന്ത് ചെയ്യും? മറ്റു പലരോടും പറയും. അച്ഛനോടാണ് പറഞ്ഞിരിക്കട്ടെ, അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അച്ഛനും അമ്മയും എന്ത് ചെയ്യും? മറ്റ് സഹോദരങ്ങളോട് പറയുന്നത്, അത് മറ്റു മക്കളോട് പറയുക, അവനിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്, ഇന്ന് ഇങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഉയർച്ച വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ പറയുക, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇനി ഞാൻ നേരെ അയാളുടെ അടുത്ത് പോയിട്ട് കുറച്ച് സഹായം ചോദിക്കാം എന്ന് പറയും. അങ്ങനെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് കേട്ടിട്ടായിരിക്കും മറ്റ് ഒരു സഹോദരനോ സഹോദരിയോ അങ്ങോട്ട് വരുന്നില്ല. ചിലപ്പം കുടിച്ച് കൂത്താടിയിട്ട് പണം മുഴുവൻ നശിപ്പിച്ച ആളായിരിക്കും. അവർ വന്നിട്ടായിരിക്കും നമ്മോട് പറയുക, എനിക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് കുറച്ച് സാമ്പത്തികമായ സഹായം വേണമെന്ന്. ഇത് നമ്മൾ മാത്രം അറിയുന്ന കാര്യമായിരിക്കും. അച്ഛനോട് പറഞ്ഞുകൊണ്ടാന്ന് മക്കൾ അറിഞ്ഞതെന്ന് അറിഞ്ഞു. അവർ വന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞാലോ അത് ശത്രുതയിലായി. കാരണം പൈസ ഉണ്ട് എന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നെന്താ, ഇപ്പം അയ്യോ എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം കൊടുത്താൽ കിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഉണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും കള്ളു കുടിച്ചിട്ടും മറ്റു ദൂർത്തടിച്ചും തീർത്തതാണ്. അങ്ങനെ ആൾക്കാർ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും ചെയ്യില്ല. കാരണം അത് കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ട് അവർ വരുന്നത്. അപ്പോൾ അവരവിടെ വന്നിട്ട് ചോദിക്കും. അവരത് കിട്ടുന്നവരെ ചിലപ്പോൾ അവിടെ നിൽക്കും. ഇനി കിട്ടിയിട്ടില്ല എങ്കിലോ ഏറ്റവും വലിയ ശത്രുവായി തീരുന്നതും ഇവരായിരിക്കും. ഏത്? സഹോദരങ്ങളാണ്, കൂടപ്പറപ്പുകളാണ്. പക്ഷെ അത് കിട്ടിയിട്ടില്ല, പണം വന്ന സമയത്ത് അവൻ അഹങ്കാരമാണ്, ബന്ധുക്കളെല്ലാം മറന്നു എന്ന രീതിയിൽ നാട് മുഴുവൻ പറഞ്ഞുണ്ടാക്കാനും ഇത് വഴി ഉണ്ടാകും. അതുകൊണ്ട് ഇനി ഇത് മക്കൾ തന്നെ ആവണമെന്നില്ല കേട്ടോ. ഇപ്പം മറ്റു നമ്മൾ വളരെ സുഹൃത്തുക്കളോടാണ് പറഞ്ഞെങ്കിൽ ആ സുഹൃത്ത് മുഖാന്തരം ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റാരെങ്കിലും നമുക്ക് ബന്ധപ്പെട്ടിട്ട് ഇതേപോലെ സംഭവിക്കുക. അയൽവാസികളായാൽ പോലും സൗഹൃദമുള്ള നമ്മുടെ മറ്റുള്ളവരെല്ലാം തന്നെ ഇത്തരത്തിൽ നാളെ നമുക്ക് ദോഷമായി ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഈ സാമ്പത്തികമായ ഉയർച്ചയുണ്ടായാലും കുറവുണ്ടായി കഴിഞ്ഞാലും മറ്റുള്ളവരുടെ പങ്കുവെക്കരുത്. കുറവുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അറിയാം, അത്ര പേരെ നമ്മൾ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഉള്ളതാണ്. അപ്പോൾ അവനിപ്പോൾ സാമ്പത്തികമായിട്ട് കടം കയറിയിട്ടാണ് ഉള്ളത്, എല്ലാം പണയത്തിലാണ് ഉള്ളത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായാലും ഒരു വായിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ എത്തുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും, അതിൽ ആഹ്ലാദിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ചിലപ്പോൾ നമ്മളോട് കൂടപ്പുറപ്പായിരിക്കാം, ഓര് കിട്ടണം, കാരണം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടാവണം. എന്തായിരുന്നു അവരുടെ എല്ലാം ജീവിതം, അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ അവസ്ഥ, എന്തായിരുന്നു നമ്മളോടുള്ള പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുച്ഛിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയും സാമ്പത്തികമായ താഴ്ചയും ഒരിക്കലും ഒരാളോടും നമ്മൾ പങ്കുവെക്കാൻ പാടില്ല. നമ്മൾക്ക് പട്ടിണിയാണെങ്കിൽ ആ മുണ്ട് മുറുക്കി ഉടുത്തിട്ട് നമ്മളതിനെ അതിജീവിക്കുക. അതിനെങ്ങനെ തരണം ചെയ്യേണ്ടത്, ഈ കടങ്ങൾ ബാധ്യതകൾ എങ്ങനെയാണ് വന്നത്,
അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചിട്ട് അതിന് നമ്മൾ നേരിടുക. അതുപോലെ ഈ സാമ്പത്തികമായ ഉയർച്ച നമുക്കിപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഈ സാമ്പത്തികമായ ഉയർച്ച എന്നും നിലനിൽക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരെ പിണക്കാനോ മറ്റുള്ളവരെ വെറുപ്പിക്കാനോ ചെയ്യാതെ നല്ല രീതിയിൽ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് തന്നെ പോകണം. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നാളെ ദോഷം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമതൊരു കാര്യമുണ്ട്. ഒരു കാരണവശാലും മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്തതാണ് നമ്മുടെ പങ്കാളിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. പങ്കാളിയുടെ സ്വഭാവം ചിലപ്പോൾ പറയുന്നത് ഭർത്താവിന് വേറൊരു പെണ്ണുങ്ങളായിട്ട് ചെറിയൊരു ഇടപാടുണ്ട്, ഞാൻ ഇന്നലെ കയ്യോടെ പിടിച്ചു. പിന്നീട് അതുവരെ മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകാ ഭാര്യ ഭർത്താക്കന്മാർ ഇതിൽ നല്ല രീതിയിൽ പോയാണെങ്കിൽ അവർ ഈ ഭർത്താവിനോട് പിന്നെ ആ ഒരു കണ്ണിലൂടെ മാത്രമേ കാണൂ. ഇത് മാത്രമല്ല, ആ ഒരു വിഷയം അവർ ആ കണ്ണിലൂടെ കാണുന്നത് മാത്രമല്ല, അവർക്ക് ഇവരോടുള്ള മതിപ്പ് തന്നെ ഇല്ലാതെയായിത്തീരും. കൂടാതെ ചിലപ്പോൾ ഇവരുടെ സംശയം മാത്രമായിരിക്കും, ഭാര്യയുടെ സംശയം കൊണ്ട് മാത്രമായിരിക്കും. കാരണം ആരോ പറഞ്ഞു കൊടുത്തു, നിൻ്റെ ഭർത്താവ് ഇങ്ങനെ വേറൊരു പെണ്ണുങ്ങളോട് ഒന്നിച്ച് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരോടൊപ്പം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരോ പറഞ്ഞതാണേ, അതാണ് നമ്മൾ കേട്ടിട്ട് വേറൊരാളോട് പങ്കുവെക്കുന്നത്. അത് അങ്ങനെ പങ്കുവെക്കുമ്പോൾ അത് ചിലപ്പോൾ പിന്നീട് ഭാര്യയ്ക്ക് മനസ്സിലാവും ഞാൻ അത് കേട്ടത് തെറ്റാണ് എന്ന്. എന്നാൽ ഇത് പറഞ്ഞ ആൾക്കാരോട് തിരുത്തി കൊടുക്കാൻ കഴിയില്ല. അവരതേ കണ്ണോടുകൂടി അതേ ഒരു സ്ത്രീ ലംബടനായിട്ടായിരിക്കും നമ്മുടെ ഭർത്താവിനെ കാണുന്നത്. അതുപോലെ തന്നെ ഭാര്യയുടേതായിട്ടുള്ള ചില സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാവുക, കുടുംബത്തിൽ ഉള്ള പെരുമാറ്റങ്ങൾ, മക്കളോടുള്ള പെരുമാറ്റങ്ങൾ, ഭർത്താവിനോടുള്ളത്, ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടുള്ള പെരുമാറ്റം, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരോട്, കുടുംബത്തിൽ തന്നെ സഹോദരന്മാരോടോ അച്ഛനോടോ അമ്മയോടോ ഒന്നും നമ്മളിത് പങ്കുവെക്കാൻ പാടില്ല ഭർത്താക്കന്മാർ. അങ്ങനെ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫംഗ്ഷനിൽ ഈ ഭാര്യനെയും കൂട്ടിയിട്ട് അവിടെ പോകുന്ന അവസരത്തിൽ ഓരോ ആൾക്കാരും ഈ സ്ത്രീയെക്കുറിച്ച് കുറ്റം പറയും. ആ കുറ്റം പറയുന്നത് ഇയാൾ കാരണമാണ്. മാത്രമല്ല ഈ സ്ത്രീക്ക് അവർക്കിടയിലുണ്ടായ മതിപ്പുകൾ എല്ലാം ഇല്ലാതെയായി തീരും. അങ്ങനെ ആ പെണ്ണിൻ്റെ കുറ്റങ്ങൾ എല്ലായിടത്തും പറയുമ്പോൾ അവിടെ വന്ന ആൾക്കാർക്ക് ഈ പെണ്ണിനോടുള്ള ഒരു മതിപ്പില്ലാണ്ടാവുന്നത് മാത്രമല്ല, ആ പെണ്ണിനെ എല്ലാവരും ഒരു കുറ്റം പറയുന്ന തരത്തിലേക്ക് മാറും. അവിടെയൊക്കെ കൂടിയിരുന്നിട്ട് അവർ അവളുടെ കുടുംബത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയായിട്ട് കുറ്റം പറഞ്ഞ് അവരുടെ മനസ്സിൽ നിന്നും ആ പെൺകുട്ടിയോടുള്ള മതിപ്പോ അല്ലെങ്കിൽ സ്നേഹമോ ഇല്ലാതാക്കി ഒരു ശത്രുവിനോടെന്ന രീതിയിൽ ആ പെണ്ണിനോട് പെരുമാറാനും ഇടവരും. ഇതേപോലെ തന്നെയാണ് പെണ്ണിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഭർത്താവിനെ കുറിച്ചാണ് ഇത്തരത്തിൽ പറഞ്ഞെന്നിരിക്കട്ടെ, ഭർത്താവ് അങ്ങനെയാണ്, അല്ലെങ്കിൽ എപ്പോഴും കള്ളു കുടിച്ചിട്ട് കുഴപ്പമുണ്ടാക്കുന്ന ആളാണ്, തമ്മാടിയാണ്, പെണ്ണുപിടിയനാണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്, ഈ തരത്തിൽ അവിടെയൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തിലെ എല്ലാവരും ഇയാൾ ആ കണ്ണോടുകൂടിയേ കാണുള്ളൂ. ഇയാൾ അവിടെ എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നാൽ തന്നെ അവർക്ക് എന്തെങ്കിലും നേട്ടം കണ്ടിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക എന്ന് പറയും. ഇത് നമ്മുടെ ഇടയിലുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ച് മറ്റൊരാളോട് പറയാൻ പാടില്ല. ബെഡ്റൂമിൽ ചില ആൾക്കാർക്ക് ചില തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടാകും. ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങളുണ്ടാകും. അങ്ങനെയായ എന്തെന്നായാലും പങ്കാളിയുടെ ഒരു ഇതും എന്നുവെച്ചാൽ ദിവസം മദ്യവെച്ച് ഒരു കൂത്താടിയിട്ട് അട്ടി പിട്ടി ബഹളമൊക്കെ നടത്തുന്ന സമയത്ത് അത് ആരോടും പറയേണ്ടെന്നല്ല. അടി നമുക്ക് സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ നിയമപരമായിട്ട് തന്നെ എല്ലാവരോടും പറഞ്ഞ് അത് നമ്മളെ അതിന് രക്ഷ നേടാൻ നോക്കണം. പക്ഷേ മറ്റുള്ള ഒരു തരത്തിലുള്ള ശല്യവും കാര്യങ്ങളും ഇല്ല. പക്ഷെ അവരുടേതായിട്ട് ചില സ്വഭാവ വൈകൃതങ്ങളുണ്ടെങ്കിൽ, സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ അത് സ്നേഹപൂർവ്വം അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അവരുടെ ബലഹീനത ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് ചൂഷണം ചെയ്യാനും സാധ്യതയുണ്ട്. അവൾക്ക് ഭാര്യയ്ക്ക് വേറെ ഒന്ന് രണ്ട് ആണുങ്ങളായിട്ട് ചെറിയ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് ഭർത്താവ് വേറെ ആളോട് പറഞ്ഞിരിക്കട്ടെ, സുഹൃത്തിനോട് പറഞ്ഞിരിക്കട്ടെ, ഈ സുഹൃത്തുക്കൾ പിന്നീട് ഈ പെണ്ണിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിൽക്കും. നിൻ്റെ ഭർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടല്ല, പിന്നെന്താ നിനക്ക് ഇത്ര വലിയ രംഭ അല്ലെങ്കിൽ തിലോത്തമ വല്ല ഊർവശിയിലാവേണ്ട ആവശ്യം? നിൻ്റെ ഭർത്താവ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇന്നാളായിട്ട് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ പിന്നീട് അത് ചൂഷണം ചെയ്യാൻ നിൽക്കും. അതേപോലെ തന്നെ ഭർത്താവിൻ്റെതായാലും അങ്ങനെ തന്നെയാണ്. അത് മറ്റുള്ള സ്ത്രീകളൊക്കെ ആ ഒരു കണ്ണോട് കൂടിയിട്ട് ഒരു പെൺവിടനായിട്ട് കാണാനിട വരും. അപ്പോൾ അത് നല്ലൊരു കുടുംബ ബന്ധത്തിൽ മാതൃകാ ഭാര്യ ഭർത്താക്കന്മാരായി കാണുന്നത് ഇല്ലാതാവുകയും ആ കുടുംബത്തിൽ അതോടൊപ്പം തന്നെ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നർത്ഥം. ഇനി ഒരു വിഷയം കൂടിയുണ്ട്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. മക്കൾക്കും ഉണ്ടാവും ഇതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബലഹീനതകൾ. അപ്പോൾ ഇങ്ങനെ മക്കൾക്കുണ്ടാകുന്ന ആ പെൺകുട്ടിക്കാവാം ആൺകുട്ടിക്കാവാം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ
അവർക്ക് എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് പറയരുത്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരൊരു നോട്ടപ്പുള്ളിയെ പോലെയാണ് കാണുക. മറ്റു കുട്ടികളിൽ നിന്നൊക്കെ അവരെ അകറ്റി നിർത്താൻ ഇടവരും. നമ്മുടെ മക്കളെ മറ്റുള്ളവരെല്ലാം അകറ്റി നിർത്തും. അവരെല്ലാം ഒരു ക്രിമിനലിനെ കാണും പോലെ അല്ലെങ്കിൽ എന്തോ ഒരു അത്ഭുത വസ്തുവിനെ കാണും പോലെ മാറ്റി നിർത്തും. അപ്പോൾ അവർ ഒറ്റപ്പെടലി, കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ നിന്ന് ഒറ്റപ്പെടുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിനെ അത് വല്ലാതെ ബാധിക്കുകയും പിന്നീട് അത് രോഗമായി തീരാനും ഇടവരും. ചിലപ്പോൾ അത് ക്രിമിനലായി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതിന് വേണ്ടുന്ന ശാശ്വതമായ പരിഹാരം എന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കേണ്ടത്. അതല്ലാതെ നമ്മൾ മറ്റുള്ളവരോട് പാടി നടക്കുകയല്ല വേണ്ടത്. വേണ്ടപ്പെട്ടവരാളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, ആ പറഞ്ഞ ആൾക്കാർ മറ്റൊരാളോട് പറയില്ല എന്നെന്താണ് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ പക്ഷെ അത്ര കണ്ട് 100% ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരോട് പറഞ്ഞാൽ നമുക്ക് ശാശ്വതമായ പരിഹാരം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും കൂടിയിരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്തിട്ട് ഇതിന് വേണ്ടുന്ന പരിഹാരം കാണണം. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എല്ലാവരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന അതേ കൂട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. ഒരു കാരണവശാൽ അവർ വെളിയിൽ പറയാത്ത നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ വിഷയമാണ്, നമ്മുടെ കുടുംബത്തെ താങ്ങാവുന്നതിലേറെ വിഷയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന അവസരത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുമായി കൂടിയിരുന്ന് ആലോചിച്ചിട്ട് യുക്തമായ തീരുമാനമെടുക്കണം. എല്ലാവരുമായിട്ടല്ല കേട്ടോ, പരിഹാരം കിട്ടുമെന്ന് ഉറപ്പുള്ള ആൾക്കാരെ കൂട്ടിയിരുത്തിയിട്ട് ഈ മക്കളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഭർത്താവിൻ്റെ കാര്യമായാലും ഭാര്യയുടെ കാര്യമായാലും വരുമ്പോൾ അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സഹകരിക്കുകയും നമ്മളെ രക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാരോട് മാത്രം ഈ വിഷയം നമുക്ക് പറയാം. അല്ലാത്ത ഒരാളോടും നമ്മളിത് ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.